യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ G2R പ്ലാറ്റ്ഫോമിൽ ദൈവവചനം ശ്രവിക്കുന്ന എല്ലാ വിശുദ്ധന്മാർക്കും വന്ദനം. നമ്മൾ വിശുദ്ധ പത്രോസ് എഴുതിയ ഒന്നാമത്തെ ലേഖനം 2-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യത്തിൽ കാണുന്നത് പോലെ നാമോ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് ദൈവത്തിൻ്റെ ഗുണഗണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുത്ത ജാതിയും വിശുദ്ധ വംശവും സ്വന്തം ജനവും ആകുന്നു എന്നുള്ള വാക്യത്തെ അടിസ്ഥാനമാക്കിയാണ് ഈ നാളുകളിൽ ഈ പ്ലാറ്റ്ഫോമിൽ ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ പേര് കുരുവിള വർഗീസ് എന്നാണ്. ഈ പ്ലാറ്റ്ഫോമിനെ G2R എന്ന് നാമകരണം ചെയ്യുവാൻ കാരണം ജനസിസ് ടു റെവലേഷൻ, ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെയുള്ള വിഷയങ്ങളെ അപഗ്രഥിച്ച് വിശകലനം ചെയ്ത് പഠിക്കുന്നത് കൊണ്ടാണ്. പഴയ നിയമ യാഗവും പുതിയ നിയമയാഗവും തമ്മിൽ ഉള്ള താരതമ്യ പഠനം, സമാഗമന കൂടാരം, പുരോഹിതന്മാർ, പൗരോഹിത്യ വസ്ത്രങ്ങൾ, അവരുടെ ശുശ്രൂഷകൾ, അവർ നടത്തിയിരുന്ന യാഗങ്ങൾ എല്ലാം എടുത്തിട്ട് പുതിയ നിയമ യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവരിക. ഇതിൽ ദൈവം മാത്രം പരിശുദ്ധൻ എന്ന തലക്കെട്ടോടുകൂടിയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠനം നടത്തിയത്. അതിൽ പരിശുദ്ധൻ എന്നുള്ള പദത്തിൻ്റെ എബ്രായ പദം ഖാദോസ് എന്നാകുന്നു. അതിനെക്കുറിച്ച് വിശകലനം നമ്മൾ ചെയ്ത ശേഷം ഇന്ന് പരിശുദ്ധൻ എന്ന പദത്തിനുള്ള ഗ്രീക്ക് പദം എന്താകുന്നുവെന്നും അതിൻ്റെ അർത്ഥം എന്താകുന്നുവെന്നും അല്പമായി ചിന്തിക്കാം. ഗ്രീക്കിൽ പരിശുദ്ധൻ എന്നുള്ളതിന് കൊടുത്തിരിക്കുന്ന പദം ഹാഗിയോസ്, HAGIOS, ഹാഗിയോസ് എന്നത്രേ. ഈ വിധത്തിൽ യവനർ അഭിസംബോധന ചെയ്യുന്നത് ദൈവത്തെ മാത്രമാകുന്നു. അവരവരാരാധിക്കുന്ന ദൈവങ്ങൾക്ക് മാത്രമാണ് ഹാഗിയോസ് എന്ന പദത്തോടുകൂടെ നാമകരണം ചെയ്യുന്നത്. അതുകൊണ്ടാകുന്നു ഗബ്രിയേൽ ദൂതൻ്റെ ദൂത് കേട്ട ശേഷം അവളുടെ ചാർച്ചക്കാരിയായിരുന്ന എലിശബത്തിനെ സന്ദർശിച്ച് വന്ദനം ചെയ്ത ശേഷം ഇരുവർക്കും ഉണ്ടായ ആത്മീയ അനുഭവത്തിന് ശേഷം മറിയ ആത്മാവ് നിറഞ്ഞ് പാടിയ ഹ്രസ്വ സങ്കീർത്തനത്തിൽ ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു, അവൻ്റെ നാമം പരിശുദ്ധം അഥവാ ഹാഗിയോസ് അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ഹോളി എന്ന് ഉച്ചരിപ്പാൻ കാരണം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാമത്തെ അധ്യായം 49-ാമത്തെ വാക്യം, ദൈവം പരിശുദ്ധൻ, യവന ഭാഷയിൽ ഹാഗിയോസ്. ദൈവപുത്രൻ തൻ്റെ പിതാവിനെ അഭിസംബോധന ചെയ്തത് ശ്രദ്ധിക്കുക, പരിശുദ്ധ പിതാവേ എന്ന്. യോഹന്നാൻ 17-ാം അധ്യായം 11-ാമത്തെ വാക്യം, തൻ്റെ മധ്യസ്ഥ പ്രാർത്ഥനയുടെ പ്രസക്ത ഭാഗങ്ങളാണ് 17-ാം അധ്യായത്തിൽ നാം കാണുന്നത്. തന്നെയുമല്ല, ദൈവത്തിൻ്റെ പ്രത്യേക ക്ഷണിതാവായി ആത്മവിശുദ്ധനായി സ്വർഗത്തിൽ എത്തിയ യോഹന്നാൻ അപ്പസ്തലൻ സ്വർഗസിംഹാസനത്തിൻ്റെ ചുറ്റിലും നിൽക്കുന്ന 4 ജീവികൾ പറയുന്ന പദങ്ങൾ ഉച്ചരിക്കുന്നത് കേട്ടും കണ്ടും എഴുതിയ ഭാഗം ഇപ്രകാരമാകുന്നു: ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി. വർത്തമാനകാലത്തിൽ ഇരിക്കുന്നവൻ, ഭൂതകാലത്തിൽ ഇരുന്നവൻ, വരുന്നവൻ എന്ന് പറഞ്ഞാൽ ഭാവികാലം. സർവശക്തിയുള്ള കർത്താവായ ദൈവം പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിലെ വേദഭാഗമാണ് നാം വായിച്ച് കേൾക്കുന്നത്. അവിടെ 3 തവണ പരിശുദ്ധൻ എന്ന് പറഞ്ഞിരിക്കുന്നിടത്ത് എഴുതിയിരിക്കുന്ന പദം ഹാഗിയോസ്, ഹാഗിയോസ്, ഹാഗിയോസ് എന്നത്രേ. സാരാംശത്തിൽ പരിശുദ്ധ വേദപുസ്തകം വെളിപ്പെടുത്തുന്ന യഹോവയാം ദൈവം മാത്രമാകുന്നു പരിശുദ്ധൻ എന്ന് എഴുതിയിരിക്കുന്ന തിരുവചന സത്യം നാം വിസ്മരിച്ചുകൂടാ. യെശയ്യാ പ്രവചനം 6-ാം അധ്യായം 1 മുതൽ 3 വരെയും 42-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിലും 48-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിലും
57 സങ്കീർത്തനം 5 വാക്യത്തിലും സങ്കീർത്തന പുസ്തകത്തിൽ 111 സങ്കീർത്തനം 10 വാക്യത്തിലും തിമോഥെയോസിന് എഴുതപ്പെട്ട ലേഖനം 1 ലേഖനം 6 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിലും ദൈവം പരിശുദ്ധനാകുന്നു എന്ന് വ്യക്തമായി വസ്തുനിഷ്ഠമായി എഴുതിയിരിക്കുന്നു. ആകയാൽ പരിശുദ്ധനായ ദൈവസാന്നിധ്യം അനുഭവിക്കണമെങ്കിൽ ഏകമാർഗം പാപക്ഷമ പ്രാപിച്ച് വിശുദ്ധീകരണം പ്രാപിക്കുക എന്നുള്ളത് മാത്രമത്രേ. 32 സങ്കീർത്തനം 1 വാക്യത്തിൽ ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ എന്നും, എബ്രായർക്കെഴുതിയ ലേഖനം 12 14 വാക്യത്തിൽ വിശുദ്ധീകരണം കൂടാതെ ആർക്കും ദൈവത്തെ കാണുവാനും ദൈവസാന്നിധ്യം അനുഭവിക്കുവാനും കഴിയുന്നതല്ല എന്നും ദാവീദ് തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ദൈവസാന്നിധ്യം, ദൈവവുമായുള്ള സാമീപ്യം, ദൈവസാന്നിധ്യം, ദൈവവുമായുള്ള സാദൃശ്യം ഒക്കെ പ്രാപിക്കണമെങ്കിൽ പരമപ്രധാനമായ ഘടകം വിശുദ്ധീകരണം ആണ്. കാരണം ദൈവം പരിശുദ്ധനാകുന്നു. പാപക്ഷമയ്ക്കുള്ള ഏകമാർഗം ദൈവപുത്രൻ സ്വയം പൂർത്തീകരിച്ച പാപയാഗമാകുന്നു എന്ന് യെശയ്യാ പ്രവചനം 53 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ദൈവപുത്രൻ തൻ്റെ ഐഹിക ശുശ്രൂഷാകാലത്ത് തൻ്റെ അടുക്കൽ വന്ന സകലരുടെയും പാപങ്ങൾ ക്ഷമിച്ചു കൊടുത്തു. 1, തൻ്റെ സ്വന്തം പട്ടണത്തിൽ ചെന്നപ്പോൾ തൻ്റെ അടുക്കൽ ചിലർ കിടക്കമേൽ കിടന്ന് ചുമന്നുകൊണ്ടുവന്ന പക്ഷപാതക്കാരൻ്റെ പാപം മോചിച്ച് അവനെ സൗഖ്യമാക്കി. മത്തായി എഴുതിയ സുവിശേഷം 9 1 മുതൽ 7 വരെയും, മർക്കോസ് എഴുതിയ സുവിശേഷം 2 1 മുതൽ 9 വരെയും, ലൂക്കോസ് എഴുതിയ സുവിശേഷം 5 20 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിലും, സിനോപ്റ്റിക് ഗോസ്പൽ സാദൃശ്യ സുവിശേഷം 3 ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. കർത്താവ് പാപം നീക്കുന്ന പാപയാഗമായി തീർന്ന കർത്താവ് ജഡത്തിൽ വസിച്ചപ്പോൾ ചെയ്ത ശുശ്രൂഷയാണിത്. 2, ഒരു പരീശന്റെ വീട്ടിൽ വെച്ച് തൻ്റെ കാൽക്കൽ വന്നിരുന്ന കരഞ്ഞ സ്ത്രീയുടെ പാപം കർത്താവ് ക്ഷമിച്ചു കൊടുത്തു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 7 47 മുതൽ 49 വരെയുള്ള വാക്യങ്ങൾ. ദൈവപുത്രന് പാപങ്ങളെ മോചിക്കുവാൻ അധികാരം ഉണ്ട്. ദൈവപുത്രന് മാത്രം ദൈവത്തെ പോലെ പാപമോചനം പ്രാപിപ്പാൻ അവകാശമുണ്ട് എന്ന് കർത്താവ് തന്നെ തിരുവായി മൊഴിഞ്ഞ വേദഭാഗങ്ങൾ മത്തായി എഴുതിയ സുവിശേഷം 9:6, മർക്കോസ് എഴുതിയ സുവിശേഷം 2 10 വാക്യം, ലൂക്കോസ് എഴുതിയ സുവിശേഷം 5 24 വാക്യം. ഇപ്പോൾ നാം വിചിന്തനം ചെയ്തുകൊണ്ടിരിക്കുന്നത് അറിഞ്ഞോ അറിയാതെയോ ഇസ്രായേൽ ജനങ്ങളിൽ ഒരു സാധാരണക്കാരനാകട്ടെ, ഒരു പ്രഭുവാകട്ടെ, ഒരു പുരോഹിതനാകട്ടെ, ജനത്തിൻ്റെ നടുവിലുള്ള ശ്രേഷ്ഠന്മാരാകട്ടെ, ചെയ്യുന്ന പാപങ്ങൾക്ക് ദൈവസാന്നിധ്യം അനുഭവിക്കേണ്ടതിന് വേണ്ടി പാപയാഗം അർപ്പിക്കുവാൻ ഒരു പശുക്കിടാവോ കാളക്കിടാവോ കോരാട്ടുകൊറ്റനോ മധ്യസ്ഥതയ്ക്കു വേണ്ടി അർപ്പിക്കപ്പെടുന്നത് പോലെ ആ പാപയാഗത്തിന് പൂർത്തി വരുത്തിയത് യേശുക്രിസ്തു എന്ന വിഷയത്തെ പഠിക്കുന്നത് കൊണ്ടാണ്. പാപമോചനത്തിന് നാം എന്ത് ചെയ്യണം എന്നുള്ള ഭാഗം കൂടെ ഇത്തരുണത്തിൽ ഒന്ന് ശ്രദ്ധിക്കുക. പഴയ നിയമത്തിലെ പാപയാഗത്തിൻ്റെ നടപടിക്രമം: പാപം ചെയ്തവൻ പാപം ഏറ്റുപറയണം. 1, താൻ പാപം എന്താണ് ചെയ്തത് എന്ന് പുരോഹിതന്റെ മുൻപിൽ ഏറ്റുപറയണം. ലേവ്യ പുസ്തകം 5 5 വാക്യം. 2, ചെയ്ത പാപത്തിനും അകൃത്യത്തിനും പ്രതിശാന്തി ചെയ്യണം. സംഖ്യാപുസ്തകം 5 5 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. പാപമോചനത്തിന് എന്ത് ചെയ്യണമെന്നുള്ളതാണ് നമ്മളിവിടെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. 3, പാപം ചെയ്തവൻ ദൈവാലയത്തിലേക്ക് നോക്കി ദൈവനാമത്തെ സ്വീകരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയും
യാചിക്കുകയും വേണം പാപമോചനത്തിന് വേണ്ടി. പുണ്യസ്ഥലങ്ങളിലും ശവക്കല്ലറകളിലും മധ്യസ്ഥത അണയ്ക്കുന്ന പുണ്യപുരുഷന്മാരോടും പ്രാർത്ഥിക്കുകയല്ല ചെയ്യേണ്ടത്. ഇസ്രായേൽ ജനങ്ങളുടെ നടുവിൽ പാപമോചനത്തിന് വേണ്ടി അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും കല്ലറയ്ക്കൽ പോയി പ്രാർത്ഥിച്ചതായി തെളിവില്ല എങ്കിൽ പുതിയ നിയമത്തിലും പാപമോചനത്തിന് വേണ്ടി കല്ലറ സന്ദർശനവും പുണ്യസ്ഥലവും സന്ദർശിക്കുന്നതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല എന്ന് എന്നെ കേൾക്കുന്നവർ തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഗ്രഹിച്ചുകൊണ്ടാൽ നന്ന്. 4, പാപത്തിൻ്റെ പരിണതഫലമായി ആകാശം അടഞ്ഞ് മഴ പെയ്യാതിരുന്നാൽ ദൈവത്തിങ്കലേക്ക് തിരിഞ്ഞ് പ്രാർത്ഥിച്ച് നാമം സ്വീകരിച്ച് തങ്ങളെ തന്നെ താഴ്ത്തി പാപങ്ങളെ വിട്ട് ദൈവത്തിങ്കിലേക്ക് തിരിയണം. ഇത് ശലോമോന്റെ പ്രാർത്ഥനയാണ്. തിരുവചനത്തിലെ പ്രാർത്ഥനയാണ്. ദിനവൃത്താന്തം 1-ാമത്തെ പുസ്തകം 6-ാമത്തെ അധ്യായം 26-ാമത്തെ വാക്യം. ഇത് ശലോമോന്റെ പ്രാർത്ഥനയാണ്. 2-ാമത്തെ ദിനവൃത്താന്തം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ മുഖം അന്വേഷിച്ച്. 5-ാമത്തെ കാര്യമാണ് ദുർമാർഗങ്ങളെ വിട്ടുതിരിയണം. അപ്പോൾ അവരുടെ പ്രാർത്ഥന സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരും. ദൈവം അവർക്ക് സൗഖ്യം വരുത്തി കൊടുക്കും. ദിനവൃത്താന്തം 2-ാമത്തെ പുസ്തകം 7-ാം അധ്യായം 14-ാമത്തെ വാക്യം ശലോമോന്റെ പ്രാർത്ഥനയാണ്. ഇപ്രകാരം 5 കൂട്ടം കാര്യങ്ങളാണ് പാപമോചനത്തിന് ഇസ്രായേൽ ജനങ്ങൾ പഴയ നിയമത്തിൽ ചെയ്തു വന്നത്. തീർന്നില്ല, അടുത്തും ഭാഗങ്ങൾ വരുന്നുണ്ട്. ഇപ്രകാരം തങ്ങളുടെ പിതാക്കന്മാർ ചെയ്ത പാപങ്ങൾ ക്ഷമിച്ച് അവരുടെ പിതൃദേശത്തേക്ക് അവരെ മടക്കി കൊണ്ടുപോകേണ്ടതിന് പാപങ്ങൾ ഏറ്റുപറഞ്ഞതിൻ്റെ പരിണതഫലമായിട്ടത്രേ പ്രവാസത്തിൽ ഇരുന്ന ഇസ്രായേൽ ജനത്തെ വിടുവിച്ചയക്കേണ്ടതിന് പാർസിദ രാജാക്കന്മാരുടെ ഹൃദയത്തെ ദൈവം ഉണർത്തിയത് എന്ന് ദാനിയേൽ പ്രവചനം 9-ാം അധ്യായം 1 മുതൽ 20 വരെയും എസ്രായുടെ പുസ്തകം 9-ാം അധ്യായം 5 മുതൽ 15 വരെയും നെഹമ്യാവിൻ്റെ പുസ്തകത്തിൽ 1-ാം അധ്യായം 4 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിലും വ്യക്തമായി എഴുതിയിരിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ പാപക്ഷമയ്ക്ക് തങ്ങളെ തന്നെ താഴ്ത്തി ദൈവസന്നിധിയിൽ തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് തങ്ങൾ ദൈവത്തെങ്കിലേക്ക് നോക്കി പാപം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കണം. 6, പാപം ചെയ്ത വ്യക്തി തൻ്റെ ലംഘനങ്ങളെ യഹോവയോട് ഏറ്റുപറയുമ്പോൾ അവർ ചെയ്ത പാപം ദൈവം ക്ഷമിച്ചു കൊടുക്കുന്നു. പാപക്ഷമയ്ക്ക് മധ്യസ്ഥതയില്ല. പാപക്ഷമയ്ക്ക് വേറൊരു വ്യക്തി പ്രാർത്ഥിച്ചിട്ടല്ല. ഏതു വ്യക്തി ദൈവത്തോട് പാപം ചെയ്യുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ അപ്പൻ്റെ വസ്തുവക വാങ്ങിച്ച് നശിപ്പിച്ചു കളഞ്ഞ മകൻ തിരിച്ചു വരുമ്പോൾ അപ്പൻ്റെ മുന്നിൽ ഏറ്റുപറഞ്ഞത്, അപ്പാ, ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തു. ദൈവത്തോട് ചെയ്ത പാപം ദൈവത്തോടാണ് ഏറ്റുപറയേണ്ടത്. പട്ടക്കാരുടെ മുൻപിൽ അല്ല, പൗരോഹിത്യ വർഗത്തിൻ്റെ മുൻപിലും അല്ല, ധൂപപ്രാർത്ഥന നടത്തുന്നിടത്തും കല്ലറയ്ക്കലും അല്ല എന്ന് മറന്നു പോകരുത്. ഇപ്പോൾ ഞാൻ പറഞ്ഞ വാക്യം പാപം ചെയ്ത വ്യക്തി തൻ്റെ ലംഘനങ്ങളെ യഹോവയോട് ഏറ്റുപറയുമ്പോൾ അവൻ ചെയ്ത പാപം ദൈവം ക്ഷമിച്ചു കൊടുക്കുന്നു എന്ന് സങ്കീർത്തന പുസ്തകം 32-5 ദാവീദ് തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നു. 7, തങ്ങളുടെ ലംഘനങ്ങളെ മറച്ചു വെക്കാതെ അവയെ ഏറ്റുപറഞ്ഞ ശേഷം അവയെ എന്നേക്കുമായി ഉപേക്ഷിച്ചു കളയുകയും ചെയ്യണം. അല്ലാതെ തൽക്കാലത്തേക്ക് ഒരു തവണ ചെയ്ത പാപം ഏറ്റുപറഞ്ഞിട്ട് അതിന് പ്രതിശാന്തി ലഭിച്ച ശേഷം വീണ്ടും ആ പാപം ചെയ്യരുത് എന്നുള്ളത് മറന്നു പോകരുത്. സദൃശ്യവാക്യങ്ങൾ 28:13 ദാവീദിന്റെ മകനായിരുന്ന ശലോമോൻ പറഞ്ഞ പദമാണ്, ലംഘനം മറച്ചു വയ്ക്കുന്നവന് ശുഭം വരികയില്ല. കാര്യം ഏറ്റു പറഞ്ഞുകൊണ്ട് കുമ്പസാരം ദിവസവും നടത്തുന്നവന് ശുഭം വരുമെന്നല്ല, കാര്യം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. ഇവയത്രേ പാപക്ഷമയ്ക്കുള്ള പഴയ നിയമ വിധിമുറകൾ. 7 കാര്യങ്ങൾ നമ്മൾ കണ്ടു. ഇനിയും പുതിയ നിയമപ്രമാണം. പഴയ നിയമത്തിൽ നിന്ന് പുതിയ നിയമത്തിലേക്ക് പ്രവേശിക്കുന്നു. ദൈവപുത്രനായ ക്രിസ്തു എന്ന ഏക മഹാപുരോഹിതൻ, ഒരു മഹാപുരോഹിതനേ ഉള്ളൂ, only one high priest. അതിനെ ഗ്രീക്ക് ഭാഷയിൽ ആർക്കെയിറോസ് എന്ന പദമാണ് കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ആർക്കെയിറേസ്
എന്ന പദം ഒറ്റയാളേ ഉള്ളൂ, അത് ദൈവപുത്രൻ മാത്രം. അത് കർത്താവായ യേശു ക്രിസ്തു ശരീരത്തിൽ വസിച്ചപ്പോൾ താൻ പാപക്ഷമ കൊടുത്ത വ്യക്തികളുടെ ചരിത്രം ഇന്നത്തെ ഈ ക്ലാസിൻ്റെ പ്രാരംഭ സന്ദർഭത്തിൽ നമ്മൾ പഠിച്ചതാണ്. നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട് കൈപ്പണിയല്ലാത്തതായി എന്ന് വച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായ വലിപ്പവും തികവുമേറിയ ഒരു കൂടാരത്തിൽ കൂടി ആട്ടുകൊറ്റന്മാരുടെയും, ലേവ്യപുസ്തകം 4:23-28, പശുക്കിടാങ്ങളുടെയും, ലേവ്യപുസ്തകം 4:3 രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ചു. ലേവ്യപുസ്തകം 16 1 മുതൽ 34 വരെയുള്ള വാക്യങ്ങളിൽ പാപപരിഹാര ദിവസം അവരുടെ മഹാപുരോഹിതൻ വർഷത്തിലൊരിക്കലാണല്ലോ പാപപരിഹാര ദിവസം. ആ ഉത്സവ ദിവസത്തിൽ തൻ്റെ സ്വന്തം പാപത്തിനും കുടുംബത്തിൻ്റെ പാപത്തിനും രണ്ടാമത് ജനത്തിൻ്റെ പാപത്തിനും വേണ്ടി മൃഗങ്ങളെ അറുത്ത് 2 തവണ മഹാപുരോഹിതൻ അതിപരിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കുന്നത് പോലെ കർത്താവായ യേശുക്രിസ്തു എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് അഥവാ പാപമോചനം സാധിപ്പിച്ചു. എബ്രായർക്ക് എഴുതിയ ലേഖനം 9-11 വാക്യങ്ങൾ. ഈ വസ്തുത രുചിച്ചറിഞ്ഞ വിശുദ്ധ പൗലോസ്, അനുഭവിച്ചറിഞ്ഞ വിശുദ്ധ പൗലോസ് എഫെസോസിലെ വിശ്വാസികൾക്ക് ലേഖനം എഴുതിയപ്പോൾ എഴുതിയ പരമസത്യം ശ്രദ്ധിക്കുക. അവനിൽ അഥവാ നമ്മുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൽ നമുക്ക് യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. എഫെസർക്ക് എഴുതിയ ലേഖനം 1-7 വാക്യം. കൊലോസ്യയിലെ വിശ്വാസികൾക്ക് തദ്വിഷയത്തെ സംബന്ധിച്ച് ലേഖനം എഴുതിയപ്പോൾ ആ വചനം ഇപ്രകാരമാണ്: അവനിൽ അഥവാ യേശുക്രിസ്തുവിൽ നമുക്ക് പാപമോചനം എന്ന വീണ്ടെടുപ്പ് ഉണ്ട്. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1:14. ന്യായപ്രമാണം മോശെ മൂലം തൻ്റെ ജനമായിരുന്ന ഇസ്രായേൽ ജനത്തിന് കൊടുത്തതു മുതൽ ദൈവപുത്രന്റെ പരമയാഗം വരെ അവർ ചെയ്ത പാപം, അകൃത്യം, അനുസരണക്കേട് എന്നിവയുടെ പ്രായശ്ചിത്തമായും പരിഹാരമായും അർപ്പിക്കപ്പെട്ട യാഗങ്ങൾ എത്ര ലക്ഷങ്ങൾ! ഇവയുടെ ആവശ്യമില്ലാതെ വണ്ണം ദൈവത്തിൻ്റെ കുഞ്ഞാടാകുന്ന യേശുക്രിസ്തുവിൻ്റെ ഏകയാഗത്താൽ പാപമോചനത്തിൻ്റെ ഒറ്റത്തവണ തീർപ്പാക്കൽ നടത്തി എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധ്യമാക്കി തന്നിരിക്കുന്നതിനാൽ ഇനിയും ആട്ടുകൊറ്റന്മാരെയും പശുക്കിടാങ്ങളെയും കൊണ്ടുള്ള മൃഗയാഗം ആവശ്യമില്ല എന്ന് തന്നെ സാരം. ഇത് വിശുദ്ധ പൗലോസ് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അതിൽ കൂടി നാം വിശുദ്ധീകരിക്കപ്പെട്ടവരാകുന്നു എന്ന് എബ്രായർ 10:10 രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. പാപമോചനം മാമോദിസായിൽ ലഭിക്കുന്നതല്ല, പാപമോചനം യേശുക്രിസ്തുവിൽ കൂടെ മാത്രം ലഭിക്കുന്നതാണ്. ആ വിധത്തിൽ പാപമോചനം പ്രാപിച്ച വിശുദ്ധന്മാർ രാജകീയ പുരോഹിതവർഗവും ആകുന്നു എന്ന് വിശുദ്ധ പത്രോസ് തൻ്റെ 1 ലേഖനം തൻ്റെ 2 വാക്യത്തിൽ എഴുതിയിരിക്കുന്നതിനെ അടിസ്ഥാനമാക്കിയാണ് നാം ഈ ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കർത്താവെ, നന്ദിയോടുകൂടെ സ്തോത്രം. ഇത്ര വലിയ മഹാപദവി ആണ്ടുതോറും ഓരോരോ കാര്യങ്ങൾക്കു വേണ്ടി യാഗമർപ്പിക്കപ്പെടേണ്ട ആവശ്യകതയില്ലാതെ വണ്ണം ഏകയാഗമായി സകല യാഗങ്ങളും ഒന്നിച്ച് ഞങ്ങൾക്ക് വേണ്ടി തികച്ച് പൂർത്തീകരിച്ച് വിശുദ്ധരാക്കിയ അങ്ങയുടെ മഹാദയ്ക്കും വിശ്വസ്തതയ്ക്കും കരുണയ്ക്കും കൃപയ്ക്കുമായി നന്ദി. ഞങ്ങളെയും കേൾവിക്കാരെയും എല്ലാവരെയും ഒന്നുപോലെ ഈ പാപമോചനം നൽകി അനുഗ്രഹിച്ച ദൈവപുത്രനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് തിരുസന്നിധിയിൽ ഞങ്ങളെ താഴ്ത്തി സമർപ്പിക്കുന്നു. കേൾക്കുമാറാകണമേ.